ഹലോ. അപ്പോൾ നമ്മളിന്ന് അലോവേര ജെല്ല് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ബോട്ടിൽ അലോവേര ജെല്ല് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ആവും. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ജെല്ല് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് അത്യാവശ്യം വലിയ പീസ് കറ്റാർ വാഴയാണ് കേട്ടോ നമ്മളിവിടെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. തീരെ എന്താ പറയുക, സൈസ് കുറഞ്ഞത് കട്ട് ചെയ്യാതിരിക്കുക. കാരണം നമുക്ക് ജെല്ല് നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സൈസുള്ള കറ്റാർ വാഴ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് ചരിച്ച് വെച്ചിട്ട് അതിനൊരു മഞ്ഞ കളറിലൊരു ലിക്വിഡ് പോലെ വരുമല്ലോ. അപ്പോൾ അത് നല്ല രീതിയിൽ കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് എടുക്കാവുള്ളൂ കേട്ടോ. അതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മുഖത്തൊക്കെ ഇടുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഇറിറ്റേഷനായിരിക്കും. അതുകൊണ്ട് ആ ഒരു മഞ്ഞക്കറയൊക്കെ പൂർണ്ണമായിട്ടും പോയിന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണേ. നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡിലുള്ള ആ മുള്ളും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ സൈസിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒരു സൈസിലാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് ജെല്ല് അതിൽ നിന്ന് കിട്ടും. ചെറിയ പീസാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ജെല്ല് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമുക്കത് ഇരട്ടി പണിയുമാണ്. നമുക്ക് എടുക്കാനായിട്ട് നല്ല പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്ര വലിയ പീസ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജെല്ല് എടുക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ജെല്ല് നമുക്ക് പല രീതിയിൽ എടുക്കാം കേട്ടോ. നമുക്ക് ഏതാണോ സൗകര്യം ആ ഒരു രീതിയിൽ എടുത്തിരുന്നാൽ മതിയാവും. ഞാനിവിടെ കാണിക്കുന്ന രീതിയിൽ തന്നെ എടുക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് ജെല്ല് കിട്ടിയിരുന്നാൽ മതി. അതിപ്പോൾ നമുക്ക് ഏതാണോ സൗകര്യം ആ ഒരു രീതിയിൽ അങ്ങ് എടുത്തിരുന്നാൽ മതി. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ നടുക്കത്തെ ആ ഒരു പീസ് കളഞ്ഞിട്ട് നമ്മൾ ഒരു സ്പൂണ് വെച്ചിട്ട് സ്കൂപ്പ് ചെയ്ത് അങ്ങ് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതാണ് കുറച്ചുകൂടി സൗകര്യമായിട്ട് തോന്നിയത്. പിന്നെ അത്യാവശ്യം വലിയ പീസ് കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനും പറ്റി. അപ്പോൾ അതാണ് ഞാൻ ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞത്, കുറച്ച് വലിയ പീസ് തന്നെ നോക്കി കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമായിരിക്കും ജെല്ലെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുഴുവനായിട്ടും നമ്മളിവിടെ എടുത്തിട്ടുണ്ടേ. അപ്പോൾ അത്യാവശ്യം വലിയ പീസുകളൊക്കെ ഉണ്ട്. ഇനി നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വലിയ പീസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ചെറുതാക്കി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് അരഞ്ഞ് കിട്ടാനും കുറച്ച് എളുപ്പമായിരിക്കും. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത്. കറ്റാർ വാഴ മാത്രം ഇട്ടിട്ട് വേണം അരക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് നമ്മളിതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ അരച്ചിട്ട് നമ്മളൊരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഞാൻ അരിച്ചിട്ടൊന്നുമില്ല കേട്ടോ, അല്ലാണ്ട് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ടൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അതും ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് വേണം, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളിത് അരിച്ച് ഒരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ വെക്കണം. അതിനുശേഷം നമുക്ക് ഈ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് വീണ്ടും നമ്മളൊരു 4 ടേബിൾ സ്പൂണോളം വെള്ളം വീണ്ടും ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊരു 2 മിനിറ്റ് വെക്കുന്നുണ്ട്. എന്നിട്ട് ഈ വെള്ളവും കൂടി കളഞ്ഞിട്ടാണ് നമ്മൾ ഫൈനലായിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് അങ്ങ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിലുള്ള കറുത്ത പാടുകളും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗുണം ചെയ്യുന്നൊരു സാധനമാണ് ഈ സ്റ്റാർച്ച് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന കറ്റാർ വാഴയുടെ ജ്യൂസ് ഉണ്ടല്ലോ, അതങ്ങ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെറുതായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ സ്റ്റാർച്ച് ഉണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ ഇത് ഇട്ട ഉടനെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കട്ടി ആയി പോവും. അപ്പോൾ അതുകൊണ്ട് ഇട്ട ഉടനെ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണമേ. ഇളക്കിയിട്ട് ഇതൊരു കുറുകിയ പരിവായി വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് നേരെ ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് ഇത് തണുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഒരു വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3 വരെയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ വൈറ്റമിൻ ഇ സ്കിന്നിനും അതുപോലെ തന്നെ നമ്മുടെ തലമുടിക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ. നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലിസറിനും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. ഇതെല്ലാം ഇതിലേക്ക് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു ഗ്ലാസ് ബോട്ടിലേക്ക് അങ്ങ് ഒഴിച്ച് വെക്കുക. ഫ്രിഡ്ജിലേക്ക്
വെച്ചിട്ട് നമ്മുടെ ആവശ്യാനുസരണം ഉപയോഗിച്ചിരുന്നാൽ മതിയാവും. നമ്മുടെ സ്കിന്നിനുള്ള കറുത്ത പാടുകളും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്കിത് എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ മുടി ഹെയർ പാക്കൊക്കെ ഉണ്ടാക്കുമല്ലോ മുടിക്ക്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിൽ നിന്ന് എടുത്ത് ഉപയോഗിച്ചാൽ മതിയാവും. ഇതൊരു 3-4 ആഴ്ച വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി, പുറത്ത് വെക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് വരും. അപ്പം നമ്മൾ ഫേസ് പാക്കും അതുപോലെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെയർ പാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കറ്റാർവാഴ ജെല്ല് നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ട് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.